അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ വാശിയോടെ ഒന്ന് ജയിച്ച് കാണിക്കണമെന്ന്. എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം. എന്നിട്ടേ ആ പരാജയം എന്താണെന്നേ അവിടെ അറിയിച്ചു കൊടുക്കണം. കേരളത്തെക്കുറിച്ച് ഇത്രയും അറിവുകൾ ഈ ചെറുപ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയ നമ്മുടെ ഈ മിടുക്കി കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും എനിക്ക് മതിയാവില്ല. അത്രയ്ക്ക് ടാലൻസ് ഉള്ളവരാണ് ഈ കുട്ടികൾ. ഈ വേദിയിലേക്ക് അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. പത്മിനി ആൻഡ് സത്യഭാമ. മിടുക്കി കുട്ടികളാണിവർ. ഹൈ ടാലന്റഡ് ഓർ ഗിഫ്റ്റഡ് ചിൽഡ്രൻസ്. അസാധാരണമായ ബുദ്ധിശക്തിയും സർഗാത്മകതയും ഈ കുട്ടികൾക്കുണ്ട്. ഇവരുടെ അച്ഛനും അമ്മയും ആരായിരുന്നാലും അവർ ഭാഗ്യം ചെയ്തവരാണ്. ഡീപ് ക്യൂരിയോസിറ്റി ഉള്ളവരാണിവർ. ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നിരന്തരം ഇവർ ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പഠിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നവരാണിവർ. ഈ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ചിവർ മുന്നേറും. കുട്ടികൾക്ക് ട്രോഫിയും സമ്മാനവും നൽകാനായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഇപ്പൊ പറഞ്ഞ വാചകം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ഏത് വെല്ലുവിളികളെയും ഈ കുട്ടികൾ അതിജീവിക്കുമെന്ന്. അത് സത്യമാണ്. അങ്ങനെ അതിജീവിച്ച് മുന്നേറിയ ഒരമ്മയുടെ മക്കളാണിവർ. പ്രാരാബ്ധക്കയത്തിൽപ്പെട്ടിട്ടും ജീവിതത്തെ ധീരമായി നേരിട്ട് തോൽപ്പിച്ച കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കൾ. കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്റെ പൊന്നോമന മക്കൾ. കണ്ടോ, അവള് നമ്മുടെ മകനെ കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞു നോക്കി. കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളാണെന്ന്. ആരുടെ കൊച്ചുമക്കളാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ പരിപാടി ഒന്ന് കഴിഞ്ഞോട്ടെ. മിടുക്കടായല്ലോ അങ്കിളെ. ഇതൊരു അമ്മയ്ക്ക് അഭിമാനം തരുന്ന നിമിഷങ്ങൾ തന്നെയാണ്. ഇതെനിക്ക് നേടിത്തന്നത് എന്റെ മക്കളും. രാഗം ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ ഓണാഘോഷ പരിപാടി എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവമായി മാറി. ഇതിന്റെ സംഘാടകർക്ക് എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇനി ലളിതഗാന മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ മഞ്ജു എസ് ഗോപൻ. ഞാൻ പുറത്തു വിട്ടു. അതെ, സാറിത് എങ്ങോട്ട് പോകുന്നു? പരിപാടി ഒന്നും കാണുന്നില്ലേ? എടോ, ഭാമയെടുത്ത് ബലം പിടിച്ചിരുന്ന എന്തോ കാര്യമുള്ളത്. ഇയാളെ വിഷ്ണു പുറത്തേക്ക് വിളിച്ചേ. ഭാമയുടെ കൺമുമ്പിൽ സംസാരിച്ചാലേ പിന്നെ അത് മതി, കിടന്ന് ഭ്രാന്തുള്ളായി. അല്ല, ഞാൻ വിളിക്കുന്നത് എങ്ങനെ സത്യാമ്മ കാണൂ? കണ്ടാൽ ഇയാൾ പിടിച്ചോട്ട് വിഴുങ്ങോ? എടോ, എന്റെ മോനെ ഇങ്ങോട്ടൊന്ന് വിളിക്കാനാ പറഞ്ഞേ. മിടുക്കി കുട്ടികളായിട്ടുണ്ടല്ലോ. അല്ല, അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? എടാ മോനെ, നിന്റെ അമ്മയുടെ കാര്യം അറിയാല്ലേ? നിന്നെ നിന്റെ ഭാര്യ എവിടൊക്കെ തോപ്പിക്കാൻ പറ്റുമോ അവിടൊക്കെ തോപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്ത് നടക്കുക. ഒപ്പോയെ എറിയിൽ എണ്ണ ഒഴിക്കാൻ ശ്യാമയും, പിന്നെ ഇപ്പൊ അവർക്കൊപ്പം നിൽക്കാനായിട്ട് രോഹിത്തും ഉണ്ട്. എടാ, ഒരിടത്തും ഒരു മത്സരത്തിലും എന്റെ മോനും മരുമോളും പരാജയപ്പെടണമെന്ന എന്റെ ആഗ്രഹേ. അതിന്റെ തെളിവല്ലേ അച്ഛാ നമ്മുടെ ഈ പൊന്നുമക്കളുടെ വിജയം? ആ വിജയം നിങ്ങളും പിന്തുടരണമെന്നാ ഞാൻ പറയുന്നേ കേട്ടാ. മോണോ ആക്ട് ഒന്നാം സമ്മാനം സൈജു ചന്ദ്രൻ, രണ്ടാം സമ്മാനം വിനീത് നാരായണൻ. കളക്ടർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഔദ്യോഗികമായി എത്തിച്ചേരേണ്ടതായിട്ടുള്ളതുകൊണ്ട് സമ്മാനദാനം സുഗതമാഷി നിർവഹിക്കുന്നതായിരിക്കും. അവള് പോന്നു. എന്തൊക്കെയോ ഔദ്യോഗിക പരിപാടികളുണ്ടച്ചാ. എല്ലായിടത്തും ശാലിനി തന്നെ പോണ്ടേ? ഇവിടെ ശാലിനി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് തന്നെ ഒരുപാട് പരിപാടികൾ മാറ്റിവെച്ചിട്ടാ. മാഡം, എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ മാഡം നിൽക്കണം. മേഡത്തെ പോലുള്ളവർ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എനിക്കും ഇവിടെ നിന്ന് പരിപാടികൾ കാണണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ അറിയാലോ എന്റെ തിരക്കുകള്. അമ്മേ, അമ്മേ, ഓണപരിപാടിയൊക്കെ കണ്ടിട്ട് പോവാം അമ്മേ. അമ്മേ, ഒരുപാട് മത്സരങ്ങളുണ്ട്. കസേരകളി, പുലിക്കളി,
അമ്മേ മത്സരിക്കണം അമ്മേ. ഏയ് ഞാനൊന്നുമില്ല. മാഡത്തെ പോലുള്ളവർ പങ്കെടുത്താൽ സാധാരണക്കാർക്ക് അതൊരു ഉണർവും ആവേശമായിരിക്കും. പിന്നെ ഞങ്ങൾക്കും ആവേശത്തോടെ പറയാലോ, ഞങ്ങളുടെ ഓണ പ്രോഗ്രാമിൽ കളക്ടറും പങ്കെടുത്തു. മാഡത്തിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച കുട്ടികളുടെ അമ്മമാരാ ഞങ്ങളും ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. മാഡത്തിന്റെ പ്രസംഗം കേട്ടപ്പോ തോന്നിയത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ ഒപ്പം നിൽക്കുന്ന ആളാണെന്നാ. മാഡം ഞങ്ങളോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ ഒരു ആഗ്രഹം. ഞങ്ങൾക്കും അഭിമാനത്തോടെ പറയാലോ ഒപ്പം മത്സരിച്ചത് കളക്ടറാണെന്ന്. എടുത്ത് മാം, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ദിവസമല്ലേ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാവർക്കും കൂടെ ഒന്ന് സന്തോഷിക്കാന്നേ. അശ്വനെ ഒന്ന് പറയാ. അശ്വനെ, ശാലിനി എന്താണോ പറയുന്നത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇനിയൊന്നും പറയാനില്ല. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടുന്ന് പോകുന്നുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, അത് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ മരുമോളോടും പറയാം. എന്റെ ഭാര്യയും ഇളയ മരുമോളും അവളുടെ ഭർത്താവും കൂടി വന്നേക്കുന്നതേ ഓണപരിപാടി കാണാനൊന്നും അല്ല, നിങ്ങളെ തോപ്പിക്കാനാ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ വാശിയോടെ ഒന്ന് ജയിച്ച് കാണിക്കണമെന്ന്. എല്ലാ മത്സരത്തിലും പങ്കെടുക്കണം. എന്നിട്ടേ ആ പരാജയം എന്താണെന്നേ അവിടെ അറിയിച്ചു കൊടുക്കണം. എന്നാലേ ഭാമയുടെ അഹങ്കാരത്തിന്റെ കോമ്പൊടിക്കാൻ പറ്റൂ. ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ എല്ലാ മത്സരങ്ങളിലും ഞാൻ ഏടത്തിയുടെ പേര് കൊടുക്കാൻ പോവാ. അത് തന്നെ. ഞങ്ങളൊക്കെ കൂടിയില്ലേ, പിന്നെ എന്തിനാ ഏടത്തിയമ്മ പേടിക്കുന്നേ? എന്നാ പിന്നെ ഒരു കൈ നോക്കല്ലേ. അച്ഛൻ പറഞ്ഞ പോലെ നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. പിന്നെ അല്ലാതെ. ഓഹ്, ഇവളെന്താ ഇപ്പൊ ഇങ്ങോട്ട്? എങ്ങോട്ടാ? അത് നിന്നെ ബോധിപ്പിക്കണമെന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ഓണാഘോഷത്തിന് പോയിരിക്കുക. എവിടെ? ഡീ ചോദിച്ചു കേട്ടില്ലേ, എവിടെയാ ഓണാഘോഷം? ഒരു രാഗം ക്ലബിലാ. രാഗം ക്ലബ്. ഈശ്വര, ഇനി ഇവള് അവിടെ പോയി ആഘോഷം കലക്കുവോ? കലാകായിക മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനിയും പേര് തരാത്തവർ പേരുകൾ നൽകി ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓണം നമ്മുടെ ഓണമാണ്, ഒത്തൊരുമയുടെ ഓണം. ആദ്യത്തെ മത്സരം കസേര കളിയാണ്. കസേര കളിക്ക് പേര് നൽകിയവർ കമ്മിറ്റിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇനിയും പേര് തരാത്തവർ പേര് തരേണ്ടതാണ്. ആദ്യത്തെ മത്സരം കസേര കളി.